ഹല്ലേലൂയ. Hallelujah. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം കർത്താവ് വീണ്ടും നമുക്ക് ഒന്നിച്ച് ആരാധിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയതിനെ ഓർത്ത് കർത്താവിനെ എല്ലാവരും ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഒന്ന് സ്തുതിച്ചാട്ടെ അല്പസമയം. Wherever we are right now, let us praise and give thanks to the Almighty God for this wonderful resurrection day. Praise the Lord. Hallelujah. Hallelujah. ഈ പകൽക്കാലം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ആയിരിക്കുവാൻ കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹം അത്രേ. Today, wherever we are right now, and whatever the situation we are, or whichever the level of blessing you are enjoying, it's nothing but His grace. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒറ്റ കാരണത്താൽ അത്രേ നമ്മൾ ഈ പകൽക്കാലം ഈ സ്വർഗീയ അനുഗ്രഹം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാവുന്നു. Because He's chosen us and selected us into His kingdom, that's why we are able to enjoy His presence in our life. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവമക്കൾ ജയാളിയായ ഒരു വ്യക്തി അത്രേ. You know that the children of God are the victorious people in every areas of their life. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു. When we read Romans chapter 8 verse 37, it says like this: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന്. Amen. Hallelujah. It says that in all these things we are more than conquerors through Him that loved us. എല്ലാത്തിലും നാം പൂർണ്ണ ജയം എന്നവിടെ കാണുന്നു. It is saying that everything we are getting victorious, we are becoming victorious. അതോ നമ്മുടെ കഴിവ് കൊണ്ടല്ലത്രേ, നമ്മുടെ യാതൊരുവിധ പരിശ്രമവും കൊണ്ടല്ലത്രേ, ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവൻ നമ്മളെ തിരഞ്ഞെടുത്തവനാവുകയാൽ അവനിലൂടെ നമുക്ക് എല്ലാ മേഖലകളിലും പൂർണ്ണ ജയം അത്രേ ഉള്ളത്. It's not that we have achieved it, but he become the conqueror, and that's why we become the conquerors in the kingdom of God. അതുകൊണ്ട് അതിന്റെ 37-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പ്രകാരം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. That is why it says like this: in all these things we are more than conquerors through Him that loved us. അത് ഏതൊക്കെ കാര്യത്തിലാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. അതിന്റെ 35-ാം വാക്യം റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം നോക്കിയാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. And if we read Romans chapter 8 verse 35, we will understand that which all areas we are becoming the conquerors in Christ who loved us. അവിടെ പറയുകയാണ്, കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, ആപത്ത്, നഗ്നത എന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുകയാണ്. When we read 35, it talks about tribulations or anguish or persecution or famine or nakedness or peril or sword, any of these. ഇതത്ര ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ട വരുന്ന മോശമായ കാര്യങ്ങൾ. These are the things a person need to face in this world. എന്നാൽ ഈ എല്ലാ മേഖലകളെയും നമ്മൾ ജയാളി എന്ന് വചനം വ്യക്തമായി പറയും. But all these things we are more than conquerors. എന്തുകൊണ്ടെന്നാൽ നമ്മൾ 1 പത്രോസിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. For the reason for becoming a conqueror, it says in 1 Peter chapter 1 verse 18 says like this. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: വ്യാർത്ഥവും പ്രത്യപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് അല്ല എന്ന്. And it says like this: for as much as you know that you were not redeemed with the corruptible things as silver and gold from your vain conversation received by tradition from your fathers. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നമ്മൾ അറിയുന്നുവല്ലോ. And we know that we have been redeemed and we have been selected or chosen by the precious blood of Christ, as of the lamb without blemish and without spot. ലോകത്തിൽ കൊടുക്കുവാൻ പറ്റുന്നതിൽ ഏറ്റവും വില പിടിച്ച, ഏറ്റവും വിലയേറിയ, ഏതൊരു മൂല്യ രത്നങ്ങളെക്കാളും എല്ലാം വിലയേറിയ ദൈവപുത്രന്റെ രക്തത്താൽ അത്രേ നാം വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. We have become the conquerors. We have enjoyed the redemption through the blood of Christ Jesus. That is more than the
silver and gold, which are more precious in this world, but then more than that, we are redeemed by the blood of Christ Jesus. ദൈവപുത്രനിൽ ഉപരിയായ അതിന്റെ ശ്രേഷ്ഠമായ യാതൊന്നും ഈ ലോകത്ത് ഇല്ലത്രേ. There is nothing we can compare better than the blood of Christ Jesus. ആയതിനാൽ ഈ ലോകത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ പൂർണ്ണ ജയം പ്രാപിച്ചവരത്രേ. And because of that, we have been redeemed by the blood of Christ Jesus. We have become the conquerors in every areas of our life. വീണ്ടും ഞാൻ പറയട്ടെ, നമ്മൾ ജയം പ്രാപിക്കുമെന്നല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ജയം പ്രാപിച്ചവരത്രേ. It's not saying that we will become conquerors. It is saying that you are the conquerors. കാരണം യേശു ക്രിസ്തു ക്രൂശിൽ സകലതിനെയും അതിജീവിച്ചവനത്രേ. Because Christ has overcome everything on the cross for us once for all. കാരണം വചനം ഇപ്രകാരം പറഞ്ഞ സകലതും നിവൃത്തിയായി എന്ന്. And the word of God says that everything has been finished. ഇനി ഒന്നും നമുക്ക് വേണ്ടി ചെയ്യുവാനില്ലത്രേ. സകലതും യേശു ക്രിസ്തു നിവൃത്തിയാക്കി കഴിഞ്ഞു അത്രേ. There is nothing we need to do, but he has done everything on the cross and it has finished. ആകയാൽ അവനിൽ വിശ്വസിക്കുന്നവർ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് വചനം പറയും. And that's why Romans says that in the book of Romans it says that those who are believing in their heart and say confessing through the mouth that he is the Christ Jesus, then they will be experiencing the salvation. അവർക്ക് മക്കളാകുവാൻ അവൻ അധികാരവും കൊടുത്തിരിക്കുന്നു. And God has given the authority for them to become the children of God. മക്കളായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദാസ്യത്വത്തിന്റെ ആത്മാവ് അല്ലത്രേ. When you become a child of God, you're no more going to be a slave or servant for anyone. ദാസ്യനും പുത്രനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. Oh, there are a lot of difference between a slave and a son. ഒരു ദാസനെങ്കിൽ അവൻ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും എന്തെങ്കിലും അവന് ലഭിക്കണമെങ്കിൽ അവൻ കാത്തു നിൽക്കേണ്ട ആവശ്യകതയുണ്ട്. If it is a slave or a servant, she or he has to wait until get permission from the master to get that things done. എന്നാൽ മക്കളെങ്കിൽ അവർക്ക് സ്വന്തം ഭവനത്തിലെ അംഗങ്ങളായിട്ട് അവർക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അത്രേ. But when you become a son of a family, you got more authority, more freedom to enjoy whatever is available in that family. അപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുവാനായിരിക്കുന്നു. At the same time, I want to bring something in your attention. നമ്മൾ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾക്ക് ഇല്ലെങ്കിൽ മെച്ചറാകാത്ത ഇല്ലെങ്കിൽ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ നമ്മൾ അത് സാധാരണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല. We only give certain things to children and when they are not when they are in young age, and certain things when after they get matured. നമ്മൾ അത് ഭവനത്തില് മേടിച്ചു വെച്ച് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ അവർക്ക് കൈ എത്താത്ത തലത്തിൽ ഒരു അല്പം പൊക്കിയായിരിക്കും അത് സാധാരണ വെക്കാറുള്ളത്. If something we have it in the house that it is not good for the children to use it or utilize it, we always keep it reach out from the children. അത് കറക്റ്റ് സമയത്ത് അവർക്ക് അത് ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു മേഖല വരുമ്പോൾ നമ്മൾ അത് അവർക്ക് കൊടുക്കാറുണ്ട്. And when it becomes the right time for them to use it by themselves, that's the time we give that to them. അതുപോലെ തന്നെ ദൈവരാജ്യത്ത് ദൈവമക്കളായ നമുക്ക് യാതൊന്നിനും ക്ഷാമമില്ല. പക്ഷെ ചില അവസ്ഥകളിൽ ചില അനുഗ്രഹങ്ങൾ ചില ആവശ്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്നത് നമ്മൾ മെച്ചോറിറ്റിയിലേക്ക് വരാത്തത് കൊണ്ടത്രേ. So when we say that we are the children of God, we are the sons and daughters in the kingdom, there are certain things we are lacking and there are certain things we are getting delayed with the certain blessings to deliver. Why? Because it's not that God doesn't want to give it, but we are not matured enough to receive that blessing yet. 1 പത്രോസിന്റെ 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. When we read 1 Peter chapter 1 verse 23, it says that കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന്. Being born again, not of a corruptible seed, but of incorruptible, by the word of God, which liveth and abideth forever. അപ്പോൾ ദൈവവചനത്താൽ അത്രേ ഒരു ദൈവ പൈതൽ വീണ്ടും ജനിച്ചിരിക്കുന്നത്. So when you say that you are born again, you are born again by the word of God, which lives in you, abideth in you forever. അപ്പോൾ ആ വചനം വളർച്ചക്കൊത്ത് നമ്മുടെ ഉള്ളിൽ കടന്ന് അത് ഫലപുഷ്ടി പ്രാപിക്കുമ്പോഴത്രേ നമ്മൾ ഒരു പൂർണ്ണനായ മനുഷ്യരായി തീരുന്നത്. And the same word of God which has given you the
opportunity to become born again, and that same word of God will start working in your life. And when it gets into the maturity, that's the time our real blessings will start delivering. ഈ ഭൂമിയിൽ ജനിച്ച ഒരു കൊച്ചു കുഞ്ഞിന് ഭക്ഷണം, പാല് എല്ലാം നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ച ഒരു പൈതലിന്റെ ആഹാരം എന്ന് പറയുന്നത് ദൈവവചനമത്രേ. A child born in this world, we give a food and solid, first milk and liquids, and then the solid food. The same way, we get our liquid and solid in time to time in a form of a word of God. അപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് വിശക്കുന്ന ഓരോ അതായത് ഒരു ദിവസം 3 നേരം സാധാരണ ഫുഡ് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ in a day we take the meals 3 times in a day, or maybe 4 times in a day. Same way we need ആത്മീക ജീവിതത്തിലും നമ്മൾ വചനം എന്ന ഭക്ഷണം ഡെയിലി കണ്ടിന്യൂഷൻ ആയി കഴിക്കേണ്ടതിന്റെ അത്യാവശ്യത എത്ര ഇവിടെ സൂചിപ്പിക്കുന്നു. It is very important for the spiritual life as well to consume the word of God 3 times a day or 4 times a day. ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങളെ നമുക്ക് വേർതിരിച്ചറിയുവാൻ കഴിയുന്നത് വചനത്തിലൂടെ അത്രേ. And when we get closer to the word of God, we start realizing the secrets, or we are getting to know the secrets of heavenly kingdom. ആകയാൽ ദൈവവചനത്തിൽ വളരുന്ന ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ സകലതും തുറന്നും മലർന്നും ഇരിക്കുന്നു അത്രേ. Therefore, a child of God, a person who's growing in a spiritual life, he will know everything from the heaven and from the word of God as a naked and open. അവനെ നിയന്ത്രിക്കുന്ന ദാസ്യത്തിന്റെ ആത്മാവല്ല, പുത്രന്റെ ആത്മാവത്രേ. He will not be never more controlled by the spirit of a servant or a spirit of slave. അവന്റെ ആവശ്യങ്ങൾ ദൈവരാജ്യത്തേക്ക് അവൻ കയറി അവിടുന്ന് എടുക്കുകയത്ര ചെയ്യുന്നത്. What he does normally, that whatever he needs in his life, he get into the kingdom or the that spiritual realm and receive it or grab it by himself. അവന് മറഞ്ഞു കിടക്കുന്ന യാതൊന്നുമില്ല. There is nothing hidden for him. കാരണം ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, because the word of God says like this, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല എന്ന്. Those who love the God, they will receive whatever God kept for them. Is no ear has heard it, no eye has seen it, or no heart has conceived. എന്നാൽ നമുക്കോ സകലതും പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നു. And for us, everything has been relieved by the Holy Spirit. കാരണം നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളത്രേ. Because we are the part of the family, heavenly family. ദൈവഭവനത്തിലെ അംഗങ്ങളായ ഒരു വ്യക്തിക്ക് ഒന്നും ദൈവം മറച്ചു വെക്കുന്നില്ല അത്രേ. And if you are become a part of the family, God is not hiding anything from you. നമ്മുടെ ഭവനത്തിൽ ഒരു 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നിരിക്കട്ടെ. If we have 2 children in our family, അപ്പൊ അതിൽ ഒരു കുഞ്ഞ് നമ്മുടെ ഭവനത്തിൽ സത്യസന്ധതയോട് കൂടി എല്ലാ കാര്യങ്ങളും വ്യക്തമായി ചെയ്യുന്നുവെങ്കിൽ അവൻ നമ്മൾ യാതൊന്നും മറച്ചു വെക്കാറില്ല. If one of the child is doing everything truthfully and faithfully and doing everything according what the parents are guiding him, or very organized way he's doing it, then we don't hide anything from that child. എന്നാൽ ആ മറ്റേ കുഞ്ഞ് സകലതും എന്തെങ്കിലും കണ്ണിൽ കണ്ടാൽ അവൻ മോഷ്ടിക്കുന്ന സ്വഭാവമുള്ളവനാണെങ്കിൽ, ഇല്ലെങ്കിൽ അതെടുത്ത് ദുർവിനിയോഗം ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളവനാണ് എങ്കിൽ നമ്മൾ കഴിയുന്നതും അവനിൽ നിന്ന് വില പിടിച്ച വസ്തുക്കൾ നമ്മൾ ഹൈഡ് ചെയ്യുക സാധാരണ പതിവത്രേ. But the other child is exploiting or misusing the things which are available for him, then we will try to hide the expensive things from him, because we don't want that to be misused or spoiled. എന്നെ കേൾക്കുന്ന ദൈവരാജ്യത്തിലും ഇത് ബാധകമത്രേ. And those who are listening me, it is applicable in the kingdom of God as well. നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ, ദൈവ മക്കളായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പൊസിഷനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമത്രേ. It is very important for us to keep our position in the kingdom of God, however we are, we need to stable in that position. ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഇപ്രകാരം. I believe that I had shared this other day like this. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നാം എങ്കിൽ ആ ജോലി സ്ഥലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ കണ്ടിന്യൂഷൻ ആയ ജോലിക്ക് അത്യാവശ്യമത്രേ. To continue in your job, it is very important for you to obey or abide the rules and regulations kept by that organization. ആകയാൽ ദൈവരാജ്യത്തിന്റെ റൂളായ സത്യത്തിന്റെ പരിച, ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് സത്യത്തിലൂടെ നടക്കുക എന്നുള്ളത് ദൈവരാജ്യത്തിന്റെ നീതി അത്രേ. And in the kingdom of God, it is important, equally important, that to live and walk in the righteousness in the kingdom, to receive that stable position in the kingdom. അത്തരം ഒരു ദൈവപൈതലിനെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ. That sort of and that group of children of God, I want to tell you something. നാം സകലതിലും പൂർണ്ണ ജയം പ്രാപിച്ചവരാണ്. We are the conquerors in the kingdom of God. യാതൊന്നും നമുക്ക് അസാധ്യമായില്ല. There is nothing impossible at the moment by us, because the conqueror is with us. അതുകൊണ്ട് അത്ര വചനം പറഞ്ഞത്, എനിക്ക് ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ലത്രേ. And that's why the word reminds us like this, that nothing is impossible by God in my life. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ലത്രേ. There is nothing impossible by God. പക്ഷേ ഞാനായിരുന്നാൽ എനിക്ക് സകലതും അസാധ്യമെന്ന് കാണുന്നു. But if I am staying as myself or just continuing as how I was before, but I won't be able to do anything or achieve anything. പലരും പറയാറുണ്ട്, പലരും ദൈവരാജ്യത്തെ കാണുന്ന ഒരു സാധാരണ സംഭവം അത്ര ഇന്നത്. It is a very common thing we see in the kingdom. അവരുടെ ജീവിതത്തിൽ ഒരു വിഷമഘട്ടം വരുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ഭാരം വരുമ്പോൾ, ഒരു രോഗം കടന്നു വരുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് നീങ്ങി മാറുന്നത് കാണുവാൻ കഴിയുന്നു. When the people face the tribulations or trials or problems in their life, some people tend to drift away from the spiritual life and the God. പലപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ അതിന് കാരണം പറയാറുള്ളത്, ഞാൻ അതിനെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But when you ask a question to that child of God, why you are staying away from God, then we will get an answer like this: I am trying to sort out my problems first. ചില വ്യക്തികൾ ആരാധനയിൽ സംബന്ധിക്കാതിരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയുന്ന സാധാരണ ഒരു ഉത്തരം ഇന്നതാണ്. When we ask somebody that, you are the person who is not attending the worship, when we ask a question to that person, we get ഒത്തിരി answer. കടമുണ്ട് പാസ്റ്ററെ, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട്, അതുകൊണ്ട് ഓവർ ടൈം ചെയ്യണം, ഇല്ലെങ്കിൽ ജോലിയുണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്ന്. So when we ask questions to those people, they say that there are lots of debts for me to pay off, and I don't have enough money to come to the church. I don't have money to spend traveling to the church, so I need to do overtime. I need to make up my finish off all my debts. അത്തരം പറയുന്നവരോട് എനിക്ക് പലപ്പോഴും സഹതാപം തോന്നാറുണ്ട്. But when the children of God talk like this, കാരണം അവർ ദൈവ പൈതലായിട്ട് അവർ ദൈവരാജ്യത്തിന്റെ അംഗമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ചവനിൽ അവൻ വിശ്വസിക്കുന്നില്ലെന്നുള്ളത് അത്ര കാണിക്കുന്നത്. So when I hear this sort of answers from the people, sometimes I feel sympathy for them, because they don't know who they are in Christ and what are they doing and what God has kept for them, being a part of the family, God's kingdom. കാരണം ഒരു കടുകുമണിയോട് വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മലയോട് താടി കടലിൽ ചാടുവാൻ കൽപ്പിച്ചാൽ അത് സംഭവിക്കുമെന്ന് വചനം വാഗ്ദത്തം ചെയ്യുന്നു. And we have a promise from the word of God that if you have a faith like a mustard seed, and even that is little and but solid, and that sort of faith if we have, then you are able to tell this mountain to move from here to go into the sea and immerse in the sea, and that will happen in your life. കാരണം 1 പത്രോസ് 1:7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. When we read 1 Peter 1:7, it says like this: അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും എന്ന്. That the trial of your faith, being much more precious than of gold that perisheth, though it be tried with fire, might be found unto praise and honor and glory at the appearing of Jesus Christ. അതിന്റെ ആദ്യ വാക്യം ഞാൻ എടുക്കട്ടെ. Let me take the first part of that verse. തീയിൽ ശോധന കഴിക്കുന്നതായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന്. It is talking about the importance and the preciousness of your faith, as it is tried with the fire, and it is not like a gold that perisheth in this world. ഒരു പൊന്ന് കയ്യിൽ കിട്ടിയാൽ ഒരു തട്ടാൻ ചെയ്യുന്നത് സാധാരണ അത് തീയിൽ അത് ഊതി പഴിപ്പിച്ച് അത് കൂടുതൽ ശോഭയുള്ളതാക്കി തീർക്കുകയത്ര ചെയ്യുന്നത്. When a goldsmith get a piece of gold in his hand, he put that in the fire, make it more shining, make it more purifying that through inside the fire. നമുക്ക് പുറത്തു നിൽക്കും നോക്കുമ്പോൾ അത് വളരെ നിസ്സാരമായി തോന്നും. When we stand outside and watch that process of purification of the എന്നാൽ ആ പൊന്നിനോട് നമ്മൾ ചോദിച്ചാൽ ആ പൊന്നു പറയും ഇത് വളരെ കഷ്ടം പിടിച്ച ഒരു പരിപാടിയാണ്. If you ask that piece of gold
that what is the experience he had, that gold had it, it might be very, very difficult. ആ വ്യക്തി ഒരുപക്ഷെ ആ പൊന്ന് ഇപ്രകാരമായിരിക്കും ഒരുപക്ഷെ പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. I believe that gold has got this story to tell you. ഓ, ഈ ദുഷ്ടനായ മനുഷ്യൻ എന്നെ തീച്ചൂളയിലിട്ട് തിരിച്ചും മറിച്ചും ഇളക്കി ഞെക്കി പിഴിയുകയത്രേ ചെയ്തത് എന്ന്. The gold will tell you that this goldsmith is pressing me and pressurizing me, stressing me out, and putting all sort of pressure to make me to become like however he wants me to be. എന്നാൽ ആ പ്രൊസീജിയറിലൂടെ കടന്നു പോയതിനു ശേഷം ആ പൊന്ന് അനേകർ കാണുവാൻ തക്കവണ്ണം ഡിസ്പ്ലേ ബോർഡിൽ വരികയത്രേ ചെയ്യുന്നത്. After that process, this piece of gold will come onto the display board, display stage, and that is the most attracting stage. ആ ഒരു വേളയിൽ ആ പൊന്നിനോട് ചോദിച്ചാൽ ആ പൊന്നൊരു പക്ഷെ ഇപ്രകാരം പറയും. At that point, if you ask the same question to the gold, that piece of gold, you will have an answer differently. ഓ, അല്പഭാരവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ എന്നെ ഈ തട്ടാൻ എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ഉയർത്തി അത്ര നിർത്തിയിരിക്കുന്നത് എന്ന്. That gold would tell you that I had a little bit of trouble, little bit of problems I had to go through, and I had to go through a little bit of stress as well. But now this goldsmith is putting me in a very, very important place, very highest place, to show the other people the beauty of what I am carrying. എന്നിട്ട് വേണമെങ്കിൽ അവൻ ആ കോളർ ഒന്ന് പൊക്കിയിട്ട് ഇപ്രകാരം നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്ക, എത്ര പേരാ വന്ന് എന്നെ നോക്കി കൊതി വിട്ടിട്ട് പോകുന്നത് എന്ന്. And that gold will tell you that, look at how many people are coming and watching me over, how many people are coming to buy me, how many people are attracted by myself. That will be the answer you get from that piece of gold. അതുകൊണ്ട് അത്ര വചനം പറയും, നിന്ദിച്ചവരുടെ മുന്നിൽ മാനിക്കുന്നവനാക്കുന്ന ഒരു ദൈവം. And God is unable to honor you in front of those who put you down. ഇന്ന് ഒരു ഭാരത്തിലോ വിഷമതയിലോ ഈ ഒരു സ്വർണത്തിന്റെ ഒരു അവസ്ഥയിലൂടെ തീച്ചൂളയിലൂടെയാണ് നീ കടന്നു പോകുന്നത് എങ്കിൽ, ഇടിയും ചവിട്ടും ഏറ്റ ഒരു മേഖലയാണ് എങ്കിൽ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ. If you are going through the same sort of situation like that piece of gold had to go through, by the process of purification, by the process of modeling, and that time the stress was really unimaginable. It was really unacceptable. But now when you look at that your situation, compare yourself with that piece of gold, you would say the same thing. I had a stressful time, I had a problematic time, but I am standing now in a very secure place. എന്റെ വിചാരങ്ങളല്ലത്രേ നിങ്ങളുടെ വിചാരങ്ങൾ എന്ന് വചനം പറയുന്നു. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരം എന്ന് വചനം പറയുന്നു. ആ ഒരു വിശ്വാസത്തോടെ അവൻ എന്ത് ചെയ്താലും അത് എന്റെ നന്മയ്ക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലെ, ഞാൻ ഒരു കാര്യം ഞാൻ ഈ പകൽക്കാലം പറയട്ടെ, നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഇതുപോലെ താഴ്ചയില്ല ഉയർച്ച തന്നെ പ്രാപിക്കുക തന്നെ ചെയ്യുമത്രേ. Word of God reminds us that my thoughts are not your thoughts, my ways are not your ways. So if you are ready to accept that word and then wait for the Lord's time to make you to honor you by the God, not honor by the human, honor by the God, and that time you will praise the Lord, praise the God Almighty, the creator of your life, and you will be able to stand and testify him. നമുക്ക് താങ്ങുവാൻ കഴിയാത്ത ഒരു മേഖലയിലൂടെ ദൈവം നമ്മളെ നടത്തത്തില്ല. And it is sure that God would never let you go through a situation or a stress or any pressure which you are saying that you are going through. He will never let you go through that if you are not able to carry that, you are not able to face it. ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇയ്യോബ് എത്ര വിഷയങ്ങൾ വന്നാലും ഉറച്ചു നിൽക്കുമെന്ന്. ആയതിനാൽ ഇയ്യോബ് ആ മേഖലയിലൂടെ കടന്നുപോയി. God had a faith on Job. That is why he allowed Job to go through that situation, and that's why he made him to be honored later on. പത്രോസിന് അത്തരം ഒരു മേഖലകളിലൂടെ പോയാൽ അവന് താങ്ങുവാൻ കഴിയില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്തു. But Peter did not have the same sort of ability to face that situation. That is why God protected him in a different way. ഈ പകൽക്കാലം നിങ്ങൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ വിശ്വസിച്ചോ, ദൈവം നിന്നിലൊരു വലിയ പദ്ധതി കണ്ടിരിക്കുന്നത് കൊണ്ട് അത്രേ അതിലൂടെ കടന്നു പോകുന്നത്. This night or today, this morning, when we are talking, if you are going through the same sort of problem like Job,
then you are able, if you are ready to be faithful in the presence of the God, he is able to honor you and raise you up. ഒരു ഡബിൾ പോർഷൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു അത്രേ. There is a double portion waiting for you. ഒരു ആയുധം ഒരു കൊല്ലന്റെ കരത്തിൽ കിട്ടുകയാണെങ്കിൽ അവൻ അതിനെ തീച്ചൂളയിൽ വെച്ച് അതിനെ ഇടിച്ചു പരത്തി മൂർച്ചയുള്ളതാക്കി തീർക്കുന്നു. Same how we said that a person who deals with the metals, he's also got a talent to make it make it in a proper way, to mold it, to make the furnitures out of it. എത്ര കൂടുതൽ ആ വ്യക്തി ആ ആയുധത്തിനു മേലെ അടിച്ച് അതിനെ പരത്തി മൂർത്തി ഷേപ്പ് ആക്കുന്നു, അത്രയും കൂടുതൽ അത് ഫലം കൊയ്യുവാൻ ഉപയോഗിക്കുന്നു അത്രേ. How much the more pressure and the stress or the pressure is happening to that metal, it will be used for the right purpose and the right way. ഈ പകൽക്കാലം വളരെ സാഹചര്യം മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിലും ആ പ്രകാശിതമായ മുഖത്ത് നോക്കിയാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മുഖം അതിപ്രകാശമായി തീരുക തന്നെ ചെയ്യും. I want to encourage you and tell you that even if you are going through the very worst situation of this world, very worst situation in your life, but if you are ready to look upon that light of his glory, and you are able to look up his face and wait upon your time, he will enlighten your life as well. He will change your life and he will bless you. എല്ലാ അനുഗ്രഹങ്ങളും യാതൊരു ഭാരവും ബുദ്ധിമുട്ടും ഇല്ലാത്തപ്പോൾ ആരാധിക്കുവാൻ ആർക്കും കഴിയും. It is very possible that anybody could worship and praise the God when there is no problems at all in your life. എന്നാൽ ഭാരത്തിലൂടെയും വിഷമതയിലൂടെയും കടന്നു പോകുന്ന മേഖലകളിൽ ആരാധിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അത്രേ. But when you are going through the problems, when you are facing the tribulations, it is so difficult to focus on the praise and worship, focus on listening the word of God. It is difficult. ആ മേഖലയിൽ അത്രേ നിങ്ങളും ലോകക്കാരും തമ്മിലുള്ള വ്യത്യസ്ത ലോകം വേർതിരിച്ചറിയും. But for a child of God, it is not difficult. That is where the difference between us and the world appeared. ചിലർ വിശ്വസിക്കുന്നു ഈ ലോകത്തിലുള്ളവരെക്കാൾ കൂടുതൽ സമ്പത്തും സൗന്ദര്യവും സാഹചര്യവും മാറി വരുമ്പോഴത്രേ ലോകം ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. Some people believe that when we compare ourselves with other people in the world, when I filled with the money, when I filled with the health, everything is okay with my health, when everything is okay with my life, that's the time the God's presence come to me. ഇയ്യോബിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ഇയ്യോബിന്റെ വിശ്വസ്തമായ ജീവിതമത്രേ. But we know that Job was a unique person. He was compared to other people, he was different from others. മരണത്തിലൂടെ കടന്നു പോയാലും ദൈവത്തെ തള്ളി പറയില്ലെന്ന് അവൻ ഹൃദയത്തിൽ ഉറച്ചിരുന്നു. But he was very faithful to God and he was very adamant that even if I go through the valley of shadow of death, I will not abandon, I will not deny my God. സ്വന്തം ഭാര്യ പോലും അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോവുക എന്ന്. His own wife came and told him that deny or betray or say that I don't want to know this God anymore, and that's what she was asking him to do, but he was not ready to do. സാഹചര്യം മോശമാകുമ്പോൾ പലരും പല പ്രലോഭനവുമായി നമ്മുടെ അടുത്ത് വരും. When you are going through really bad situation, temptations will come on the way side by side. എന്നാൽ ആ പ്രലോഭനങ്ങളിൽ ജയിക്കുന്നവനത്രേ ലോകത്തെ ജയിച്ചവൻ. But if you overcome those temptations, you overcome this world. യേശുക്രിസ്തു ലോകത്തെ ജയിച്ചവനത്രേ. Jesus has overcome this world. ഈ പകൽക്കാലം ആ ദൈവത്തിന്റെ അതേ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, because the same spirit which Jesus was carrying, the same spirit is living or dwelling in us. ആത്മാവിന് നമ്മളെയും ഉയർത്തുവാൻ കഴിയുമത്രേ. The same spirit can do the wonders and miracles in our life and help us to overcome this world. നമ്മൾ മുകളിൽ വായിച്ചു കണ്ടു, മരണത്തിന് പോലും ദൈവ സ്നേഹത്തിൽ നമ്മളെ വേർതിരിപ്പാൻ കഴിയത്തില്ല എന്ന്. We said about Job's example, even the
death was not able to separate him from the love of God. മരണത്തിന് പോലും ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കുവാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ, When we say that even the death cannot take us away from the love of God. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളെ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ ആയതുകൊണ്ടത്രേ. Because we have been redeemed by the blood of Christ Jesus. അവൻ മരണത്തിന് കീഴ്പ്പെട്ടു കൊടുത്തു, പക്ഷേ ആ മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ലെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. We know that he has allowed the death to come over him, but the death could not hold him. അവൻ മരണത്തെ ജയിച്ചവനത്രേ. He defeated the death and he is alive. ആകയാൽ വചനം വ്യക്തമായി പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളെയും അവൻ ഉയർപ്പിക്കുക തന്നെ ചെയ്യുമെന്ന്. And that is why the word given us assurance that Christ has been resurrected from the death, and the same power is dwelling in you, and he will raise you up from your situation. ഈ ലോകത്ത് നമ്മൾ മാറ്റപ്പെട്ടാലും, ഒരു മരണം നിങ്ങളുടെ മേൽ ജയം കൽപ്പിക്കാൻ തുടങ്ങിയാലും, നിങ്ങൾ മരണത്തിന് മരിച്ചാലും ആ മരിച്ചവനിൽ നിന്ന് അവൻ നമ്മളെ ഉയർപ്പിക്കുവാൻ മതിയായവനത്രേ. Even if you need to go through that situation of the death, God is able. He is able to lift you up from there and raise you up from that death. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്നതെന്നറിയാമോ? The most interesting part of this is, ഒരു പക്ഷേ മരണത്തിന് നമ്മളെ ജയിക്കുവാൻ തക്കണം, മരണം വിചാരിക്കും ഞാൻ അവനെ ജയിച്ചു എന്നൊരു മരണത്തോടു കൂടി. Death might think that, oh, I have overcome this person. പക്ഷേ ഈ ലോകത്തിലും ഏറ്റവും ബെസ്റ്റായ ഒരു സ്ഥലത്ത് നമ്മൾ ജനിക്കുകയത്രേ അതിലൂടെ ചെയ്യുന്നത്. But what happens while being in this world, if you're going through this death, after the death, you are born again in another better place. നമ്മൾ ഈ ലോകത്ത് വെച്ച് മരിച്ചാലും ദൈവം നമ്മളെ ഉയർപ്പിച്ച് മരണമില്ലാത്ത ഒരു ദേശത്തിന് അംഗമാക്കി തീർക്കുകയത്രേ ചെയ്യുന്നത്. Hallelujah. Even if you go through the death, after the death, God will raise you up from this death and take you to the eternal life where there is no death. അതുകൊണ്ടത്രേ ഞാൻ പറഞ്ഞത്, ഒരു ദൈവ പൈതല് സകലത്തിലും പൂർണ്ണ ജയം വ്യാപരിച്ചവനത്രേ. And that's why I mentioned before, and then I emphasized on this, that a child of God is a conqueror over everything. ഈ ലോകത്തെ ഏറ്റവും മോശമായത് എന്തുവാ? മരണമത്രേ. People say that this world is the worst thing is that the death. കാരണം ഏതെങ്കിലും ഒരു രോഗം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ സംഭവിക്കുന്നത് എന്തുവാ? ആ വ്യക്തി മരിച്ചു പോകുന്നു. What happens when any of the illness or the sickness go into the peak of it, and that person cannot survive and then go through the death. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഈ ലോകത്തുള്ള ഒരു മരണം അവന്റെ ഒരു പ്രമോഷൻ അത്രേ. But for a child of God, the death from this world is a promotion from this world to the eternal life. കാരണം നമ്മൾ നിത്യമായ ഒരു ജീവനിലേക്ക് പ്രവേശിക്കുകയത്രേ ചെയ്യുന്നത്. After the death, we will be getting into or entering into the eternal life. യാതൊരുവിധ മാനസിക വിഷമതകളും ഇല്ലാത്ത ഒരു സ്വർഗീയ മണ്ഡലത്തിലേക്ക് നമുക്ക് ഡോർ ഓപ്പൺ ആവുകയത്രേ ചെയ്യുന്നത്. What happens after this death? The door will be open for us to enter into that eternal life, where there is no stress, where there is no tribulations, where there is no temptations, and that's what we're going to experience. ആകയാൽ ഞാൻ വ്യക്തമായി പറയട്ടെ, ഈ ലോകത്തിലുള്ള യാതൊരു കഷ്ടതയും ദൈവ സ്നേഹത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്നതായിരിക്കരുത്. So I want to remind you again, any temptations or any trials or any tribulations in this world should not take us away from the love of God. എന്നാൽ ഈ ഭാരത്തിലും വിഷമതകളിലും ബന്ധനത്തിലുമായിരിക്കുമ്പോൾ ആ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുമെങ്കിൽ, അവന് സ്തുതി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ആ ചങ്ങലകൾ അഴിയുക തന്നെ ചെയ്യുമെന്ന് വചനം പറയുന്നു. At the same time, if you're ready to give praises and glory to the Almighty God while you're going through the tribulations in your life, He is able to break all the chains in your life. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വചനത്തിൽ നിന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. I can prove that from the word of God if you have a doubt about it. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം പെട്ടെന്ന് എടുത്താട്ടെ. So we read Luke chapter 19 verse 46. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ഓൺലൈനിലാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും, നിങ്ങളൊരു ഓൺലൈൻ മെസ്സേജ് ആണ് ലോകത്ത് എവിടെ ഇരുന്ന് കേൾക്കുന്നത് എങ്കിലും, ബൈബിള് നമ്മൾ ദൈവസന്നിധിയിലാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. Even if you are, I always remind this to everyone, that even if you are listening anybody or any word of God or through online medium as well, but remember you are sitting in the presence of the God, so you should have the word of God with you. ഒരിക്കലും നീങ്ങിമാറാത്ത തിരുവചനം കരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. Don't be ashamed to carry that word of God which never changes. കഴിയുമെങ്കിൽ ഒരു ചെറിയൊരു നോട്ട് ബുക്കും പേനയും കയ്യിൽ കാണണം. And also carry a notebook and a pen along with you. പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്, പലപ്പോഴും
ദൈവാത്മാവ് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് അല്പസമയം കഴിഞ്ഞ് നമ്മൾ മറന്നുപോകും. Most of the time it happened to me as well. When the word of God when I listen the word of God, the Spirit of the Lord speaks to us, and after some time we forget it, what we heard it. അതുകൊണ്ട് ദൈവാത്മാവ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് തന്നോടാണ് സംസാരിക്കുന്നത്, അപ്പോൾ തന്നെ ഒരു പേപ്പറിൽ അത് കുറിച്ചു വെക്കണം. So what we need to do now, make it as a practice that if the word of God is talking to you, and if you think that the Spirit is talking to me, then you start writing it down somewhere. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ മെസ്സേജ് തന്നെ ദൈവാത്മാവ് അങ്ങനെ എനിക്ക് നൽകപ്പെട്ടതത്രേ. So the message what I'm talking even today as well, it was given by the Spirit of the Lord while I was in the prayer. പല മേഖലകളിലായി ദൈവം സ്വല്പമായി എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഞാൻ കുറിച്ചു വെച്ചിട്ടത്രേ ഈ മെസ്സേജ് തയ്യാറാക്കിയിരിക്കുന്നത്. See, this message as well, when I'm talking, it was given by the Spirit of the Lord, part by part, and I was been writing it down, and now I'm just bringing it together and transferring to you. അതുകൊണ്ടത്ര ഞാൻ പറഞ്ഞത്, അത് വീണ്ടും നമ്മൾ ആലോചിച്ചാൽ പലപ്പോഴും എനിക്ക് ലഭിക്കാറില്ല. If I just rethink about this word of God when the first time when I listened to it, but I may not be getting that back again. കാരണം പല മെസ്സേജ് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അത് എന്തായിരുന്നു ഒരിക്കലൂടെ എന്നോട് വേറൊരു വ്യക്തി ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് പറയാൻ കഴിയാതെ വരാം. So most of the time I share the message to the people, but after that if somebody come back and ask me that, do you remember that message you shared on that day, but I may not be able to remember him because the Spirit of the Lord speaks to you on the spot. കാരണം ഷെയർ ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് തന്നെ ഈ പറയുന്ന മെസ്സേജിൽ പല ഭാഗങ്ങളും തത്സമയം പരിശുദ്ധാത്മാവ് എനിക്ക് റിവീൽ ചെയ്തു തന്നത്രേ. The most of the part of this message as well, it was being revealed by the Spirit of the Lord in many different times. കൂടുതലും ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൽകപ്പെടുന്നത്രേ. And while I'm talking itself, the Spirit of the Lord is giving me messages and I'm receiving it and I want to pass it on to my church. ആകെ എപ്പോഴും ഒരു പേനയും പെൻസിലും കരുത്തിൽ എപ്പോഴും കരുതിയിരിക്കണം. Please carry a pen or pencil or a notebook with you while you're listening the word of God. അപ്പോസ്തല ലൂക്കോസ് സുവിശേഷം 19:46 ഇപ്രകാരം കാണുന്നു. Okay, let's go back to our message that it's Luke chapter 19 verse 46. അതിൽ ഇപ്രകാരം എന്റെ ആലയം പ്രാർത്ഥനാലയം ആകും എന്ന് എഴുതിയിരിക്കുന്നു. And it's saying to them that it is written, my house is the house of prayer. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹ ആക്കി തീർത്തു. But you have made it as a den of thieves. ഇവിടെ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് പറയുമ്പോൾ when it says that my house is the house of prayer, ഒരു ദൈവ പൈതൽ എവിടെ വസിക്കുന്നോ അതൊരു പ്രാർത്ഥനാലയം അത്രേ. if a child of wherever the child of God is living, and that is a house of prayer. അതിൽ ഒരു കാര്യം എടുത്തു പറയട്ടെ, നമ്മുടെ ശരീരം തന്നെ നമ്മൾ കാത്തുപരിപാലിക്കേണ്ടതിന്റെ ആവശ്യകത. It is very important for us to look after or protect our കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്ന് വചനം പറയുന്നു. because this body is the temple of God. എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന്. But what it says that you have made this as a den of thieves. ദൈവം പദ്ധതിയിട്ടതും ദൈവം പ്ലാൻ ചെയ്തതും ദൈവം ഒരുക്കിയതും നമ്മൾ ആയിരിക്കുന്ന സകല മേഖലകളെയും ഒരു ദൈവത്തിന്റെ ആരാധനാലയം പോലെ അത്രേ. What God has prepared, what God has planned, that my children should be dwelling in the house of the prayer. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം പോലും ദൈവത്തിന്റെ ആരാധനാലയമാക്കിയിട്ട് ദൈവം കാണുന്നു. So even our places where we are working, our organizations where we are belong to, that place is also a place of prayer. അതിൽ നിന്ന് എന്നിട്ട് ഇവിടെ പറയുകയാണ് അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി നിങ്ങൾ തീർത്തിരിക്കുന്നു എന്ന്. But who made it as the den of thieves? It's us, you and me. അപ്പൊ ഒരു ഭവനത്തിൽ ദൈവത്തിന്റെ ആരാധനയ്ക്ക് വിപരീതമായി യാതൊന്നും ഒരു ഭവനത്തിനുള്ളിൽ സംഭവിക്കുവാൻ പാടില്ല. So you are saying that you are living in a house and that is a house of prayer, so there shouldn't be anything happening against the will of God. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തിന് അകൃത്യമായി യാതൊന്നും ചെയ്തുകൂടാ. We should not be using our body to stand against the will of God. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ഒരു സത്യം ഉണ്ടായിരിക്കണം. We should have a truth where we are working as well. നമ്മൾ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ ആത്മാവിനെ പരിവർത്തിക്കുവാൻ തക്കവണ്ണം ഉള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം. If we are working or we are being a part of a fellowship, we should give opportunity for Holy Spirit to work among us. ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംസാരത്തെ അത്ര ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. Even the fellowship can be interpreted like this, the two people's communication. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടായിക്കോട്ടെ ഭവനത്തിലുള്ളവരായിക്കോട്ടെ
ആരോടാണെങ്കിലും സംസാരിക്കുമ്പോൾ അതിനും ഒരു പരിശുദ്ധിയുടെ ആവശ്യകതയുണ്ടത്രേ. When you are talking to somebody, it can be your friend or your fellow believers, you should have purity or cleanliness in whatever you're talking. എന്റെ ആലയം നിങ്ങളുടെ പ്രാർത്ഥനാലയം എന്നവിടെ പറയുന്നു. My house is a house of prayer, it says like that. നമുക്ക് വചനം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശു ക്രിസ്തു ഒരു മന്ദിരത്തിൽ നടന്ന അകൃത്യങ്ങളെ അവൻ ശക്തമായി ശാസിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. When we read the scriptures or the gospel, we know that Jesus went to the temple. What he was seen there, he couldn't accept it. So he would become very violent over there and rejected what was happening. അവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ച് എറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. Yes, we know that he was really angry at the people who were making the temple as a place of trade. അവിടെ ഉണ്ടായിരുന്നവരെ അടിച്ചോടിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. He was asking them to move from that place. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തതയത്രേ, ആരാധന നടക്കുന്ന ആരാധനാലയത്തിന് ഉള്ളിൽ യാതൊരു അകൃത്യങ്ങളും പാടില്ല. അതിനെ നമ്മൾ എറിഞ്ഞ് ഓടിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ തള്ളി മാറ്റുക തന്നെ വേണം. It's very clear from that instance that it is very, very important that to keep the temple of God holy, and that nothing is allowed to be happening against the will of God and against the holiness. അവിടെ ആ സ്ഥലമാണ്, അവിടെ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിനെയാണ് ദൈവം ആരാധനമായിട്ടാണ് കാണിക്കുന്നത്. In that instance, Jesus actually showed us that particular place as the place of prayer. കാരണം യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു. At that time, Jesus was not died or resurrected. എന്നാൽ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന അവൻ ദൈവപുത്രനെന്നും അവനിലൂടെയാണ് നമുക്ക് രക്ഷ ഉള്ളത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവപരന്റെ ജീവിതത്തിൽ സാഹചര്യം മാറിയത്ര ചെയ്യുന്നത്. But after the resurrection, after the death of Christ and the resurrection, things are completely changing. It is saying that those who are carrying the Holy Spirit in them, and those who are walking in the Lord and dwelling that Spirit of the Lord in them, they themselves are the temples of the God, and they are carrying the holiness in them. നമ്മൾ അല്പം മുമ്പേ സംസാരിച്ചു അവർ ദൈവ മക്കള് എന്ന്. And we just mentioned about it, they are the children of God. അപ്പോൾ ദൈവ മക്കളായ നമ്മൾ ആയിരിക്കുന്ന സ്ഥലം വിശുദ്ധിയുള്ളതത്രേ. So those areas or those places where the children of God dwelling, and that place is very holy. അത് വിശുദ്ധി ആയിരിക്കണം. It has to be holy. അത് അല്ല എങ്കിൽ അതിന് അകൃത്യമായുള്ളതിനെ എല്ലാം നമ്മൾ വലിച്ച് എറിഞ്ഞ് മാറ്റുക തന്നെ ചെയ്യണം. If you think there is any unholiness in there, we need to start rebuking and cancelling it and staying away from the holy. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. And from that, I want to tell you something. ഏതെങ്കിലും ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായെങ്കിൽ ആ രോഗത്തെ നമുക്ക് പറിച്ചെറിയുവാൻ തക്കവണ്ണമുള്ള അധികാരമുണ്ട്. And if there is any sickness you are having in your body, you got the authority as a child of God to come out of that and rebuke it and cancel it from your body. കാരണം യഥാർത്ഥത്തിൽ അത് ഒരു വിശുദ്ധമായ ഒരു ബോഡി അത്ര നമ്മുടേത്. Because our body is a holy body, and we know the Spirit of the Lord is living in us, and if the Spirit of the Lord is in there, there is no place for the sickness or illness to stay. ദൈവത്തിന്റെ ആത്മാവ് ഇതിൽ ഉള്ളത് കൊണ്ട് അത്ര ഇതൊരു വിശുദ്ധമായി തീർന്നു. Because the Spirit of the Lord came into us, that's why it become holy body. ആകയാൽ അതിനുമേലെ യാതൊന്നിനും നിലനിൽക്കുവാൻ കഴിയത്തില്ല. Therefore, nothing else can stay over that holy place. കാരണം മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിയാത്തതുപോലെ തന്നെ ലോകത്തിന് നമ്മളിൽ മേലും ജയം എടുക്കുവാൻ കഴിയത്തില്ല. Same like how the death could not hold him, death could not overcome him. The same way, the world cannot overcome us. ഈ ലോകം നമ്മളെ ജയിക്കത്തില്ല, എന്നാൽ ഈ ലോകത്തെ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യുമെന്ന്. The world will not overcome us, but we will overcome the world. ഈ നമ്മൾ മുമ്പേ കണ്ടു, വചനത്തിലൂടെ നമ്മൾ വളരേണ്ടതിന്റെ ആവശ്യകത. So that is what we mentioned before. It is important for us to grow through the word of God. നമ്മൾ വളരും തോറും നമുക്ക് കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. And the more we grow, the more revelations, more revealings happening. ഇതുവരെ ദാസന്മാരെ പോലെ യാചിച്ചുകൊണ്ടിരുന്ന മേഖലയിൽ നമ്മൾ പറയും ഇങ്ങോട്ട് എടുക്കാനുള്ള ഒരു അധികാരം നമ്മൾ പോയി എടുക്കുക. And so far we were being pleading for his mercy. We were asking for him to give us, but now more asking, no more crying, no more mourning.
we will go and grab it. നമ്മൾ ആരാധനാലയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let us come back to the temple of God. ആരാധനാലയം എന്ന് പറയുമ്പോൾ അവിടെ സ്തുതിഗീതങ്ങൾ ഉയരണം. When we talk about the house of prayer, there should be praises happening inside. അത് സറൗണ്ടിങ് ഏരിയയുടെ സിറ്റുവേഷൻ നോക്കിയല്ല. It's not according to the situation surrounding. ഞാനും നീയും അവിടെ ആയിരിക്കാൻ അത് ഉയർന്നേ മതിയാകത്തുള്ളൂ. Because of you and me being in the house of prayer, the praises and the worship should be raised. ഒരുപക്ഷെ കൂടുതൽ ഭാരം രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം, എങ്കിലും കൂടുതൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുക വേണം. We might be going through the situations and illness and sickness or whatever the condition, but we will need to raise our voice to give the praises and honor. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കും തോറും നമ്മുടെ ചങ്ങലകൾ The അഴിഞ്ഞുകൊണ്ടേയിരിക്കും. more praises we give it to the Lord, the more chains will be broken from us. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം 26, 25, 26 വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുന്നു. When we read Acts chapter 16 verse 25 and 26, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണത്. it's very common and familiar for everyone. അത് അത്ര രസകരം, അത്ര ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ല അവിടെ ഉള്ളത്. It's not a very good atmosphere when we read that part. പൗലോസ് അപ്പോസ്തലനും ശീലോസും ജയിലറകൾക്കുള്ളിൽ കരങ്ങളും കാലുകളും ബന്ധിച്ച അവസ്ഥയിലത്രേ. We can see Paul and Silas were inside the prison, tied up by the ropes. കരങ്ങൾ ബന്ധിച്ചായിരിക്കുന്നത്. They have got handcuffs. കാലുകൾ ബന്ധിച്ചിരിക്കുന്നു. Their legs been tied up. റോമൻ കാരാഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇടുങ്ങിയ സ്ഥലം എന്ന് അത് കാണും. ഇന്നത്തെ കാലത്തുള്ള പ്രിസൺ പോലെ അല്ല പഴയ കാലത്തെ റോമൻ prisons. Roman prisons were completely different than the today's prisons. They were very small and very congested. ഒരാൾക്ക് നിൽക്കുവാൻ കഴിയുക ഇല്ലെങ്കിൽ ഇരിക്കുവാൻ കഴിയുന്നത് പോലുള്ളതത്രേ. Just for maybe one person to stand or sit, and that's how it was created. ഇല്ലെങ്കിൽ രണ്ടു പേർക്ക് ഒന്ന് ശരിക്കും ഒന്ന് ഓടി നടക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലത്രേ. If it is two people inside of the prison, hardly two people can adjust in that room. എന്നാൽ അതിൽ കാലുകളും കരങ്ങളും എല്ലാം ബന്ധിച്ച് അവസ്ഥയിലായിരിക്കുമ്പോൾ പോലും, when that sort of place, that was the prison they are inside, and also over there they have been tied up, both the hands and legs being tied up, and that's the situation of Paul and Silas. അവിടെ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. നമുക്ക് what did they do? They sang praises to the Lord Almighty. അത് തടവുകാരും കേൾക്കുകയുണ്ടായി. And also these songs being heard by prisoners. നിന്റെ ബുദ്ധിമുട്ടിനു മേലിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുവാൻ ഇടവരും. Amen. And while you are going through the problems, you're ready to sing praises and give worship to the Lord, and people will start realizing that you are living in the love of God. അതാ ഞാൻ പറഞ്ഞത്, ലോകത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് നിർത്തുന്നത് ഇതത്രേ. And that is what is separating us from this world. ഏതൊരു അവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ഹൃദയം നമുക്ക് തുറന്നു കിട്ടണം. Whatever the situation and circumstances, we should have that spirit to give praises to the Lord. അത് വിശ്വാസത്താൽ സാധിക്കും. That can be only done through the faith. ഹല്ലേലൂയ. Hallelujah. കാരണം അതുകൊണ്ടാണ് നമ്മൾ അവിടെ കണ്ടത്, അവർ അവിടെ ആരാധിച്ചപ്പോൾ ആ ജയിലറകളിലുള്ളവർ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു എന്ന്. And that's what, when we read that part, we know that when they sang the praises, all the prisoners heard, and that's where in their situation, same like other prisoners, their situations were really bad, but they sang the praises and all the prisoners heard them. അവിടെ നമുക്ക് കാണും, അതിന്റെ 26-ാം വാക്യത്തിൽ കാണുക, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്ന്. And when we read 26, Acts chapter 16 verse 26, we know suddenly there was a great earthquake. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എന്നും. So that the foundation of the prison was shaken, and immediately all the doors were opened. എല്ലാവരുടെയും ചങ്ങല കലത്തിൽ നിന്ന് അഴിഞ്ഞുപോയി. Everyone's bands were loosened. ഹല്ലേലൂയ. Hallelujah. ഈ പകൽക്കാലം ഒരു ഭാരത്തിലും വിഷമതയിലുമാണ് നാം ആയിരിക്കുന്നത് എങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ ആ സാഹചര്യത്തിന് മേൽ ദൈവത്തെ സ്തുതിക്കുകയെങ്കിൽ നിങ്ങളുടെ ചങ്ങലകൾ അഴിയും, നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് രൂപാന്തരം വരിക തന്നെ ചെയ്യുമത്രേ. For those who are listening me through this online, I want to remind you and encourage you, going through a problem, going through a situation or illness or a sickness, in that situation, that condition, you're ready to give praises to the Almighty.
I'm sure that all the chains of yours, one by one, will be loosened, and you will be out from that bondages. ഏതൊരു ചങ്ങലയെയും അഴിക്കുവാൻ സ്തുതികൾക്കും സ്തോത്രത്തിനും കഴിയുമത്രേ. Whatever the chains we are being tied up with, the songs and praises and worship can release that from our life. അതുകൊണ്ടത്രേ നിങ്ങളുടെ സകല വിഷയങ്ങളും സ്തുതിയോടും സ്തോത്രത്തോടും അറിയിക്കുകയത്രേ വേണ്ടതെന്ന് വചനം പറയുന്നു. That's why the word of God tells us that whatever the needs you have, bring it to the Lord with thanksgiving and praises. അതിനെ സ്വന്തമായി ഓവർകം ചെയ്യാതെ ദൈവ സന്നിധിയിൽ ഏൽപ്പിക്കുകയെങ്കിൽ ഈ പകൽക്കാലം ഒരു വിടുതലിന്റെ ആത്മാവ് വ്യാപരിക്കുമത്രേ. Do not try to do it anything by yourself, but if you are willing to surrender it with the presence of the Lord and by the Holy Spirit, you can get the deliverance. നമ്മൾ co-workers എന്ന് ക്രിസ്തുയേശുവിൽ നമ്മൾ co-workers എന്ന് വചനം പറയുന്നു. And word of God also reminds us that we are the co-workers in Christ Jesus. ആകയാൽ ഈ രാത്രിയിൽ യേശുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. Therefore, without Christ we cannot do anything. I want to remind you this day as well. ദൈവത്തിന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്യാതെ പറ്റത്തില്ലത്രേ. If God wants to do something in your life as well, you need to have an agreement, and because you are a co-worker. Co-workers എന്ന് പറയുമ്പോൾ ഏതൊരു എഗ്രിമെന്റിലും ഇല്ലെങ്കിൽ ഏതൊരു വിഷയത്തിലും അവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുക എന്നുള്ളത് അത്യാവശ്യം. When the co-workers come together to do something, they have to have an agreement between them to fulfill that. കാരണം പിതാവാം ദൈവം നമ്മളെ വിളിച്ചു വേർതിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ നമ്മൾ കണ്ടു. And we heard it already that the Father Almighty God called us and separated us from this world and given us a salvation through the blood of Christ Jesus. നിങ്ങൾ വേറെ ഒരു വ്യക്തിയുമായിട്ട് ഏതെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുകയോ ഒരു വാഹനമോ എന്തെങ്കിലും വാങ്ങിച്ച് ഇല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരുടെയും അവകാശം തുല്യമായിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. We know that when we go for a business deal or purchasing a vehicle or something, that you are in agreement with another person. That's where that mission fulfills. ആ വ്യക്തിക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ യാതൊന്നും അതിൽ ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തില്ല. If you are in a partnership with somebody for a business, without the second person's permission, you are not able to do anything. ആ സ്ഥാപനത്തിലെ എന്തെങ്കിലും വാങ്ങിക്കുകയോ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ അനുവാദം ആവശ്യമത്രേ. It is very importantly need that other person's permission to do any sort of transaction in that organization. അതുപോലെ തന്നെ ദൈവരാജ്യത്വം നമ്മൾ യേശുക്രിസ്തുവിന്റെ കൂട്ടാളിയായതിനാൽ ഈ പകൽക്കാലം ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ. The same way we are also the partners or co-workers with Christ Jesus. So we also need to practice certain things in the kingdom of earth. ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് ഒത്തു നിൽക്കുക തന്നെ ചെയ്യണമെന്നത്രേ. We also need a deliverance in our life. We need to abide the regulations of the organization. കാരണം ചങ്ങല പൊട്ടണമെങ്കിൽ ആരാധന ഉയരണം. If you need the chains to be broken, then the praises must be raised. നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു മേഖലകളിലുള്ള വിഷയങ്ങളെ രൂപാന്തരപ്പെടുത്തണമെങ്കിലും ജീവിതത്തിൽ ആരാധന ഉയരുകയെങ്കിൽ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുകയെങ്കിൽ ഈ പകൽക്കാലം ആ ചങ്ങലകൾ അഴിയുക തന്നെ ചെയ്യുമത്രേ. In any areas of our life, we need deliverance, we need freedom. Then we need to pray and raise the praises and shout to the Lord and give worship to the right person. Then you will definitely experience that deliverance happening in your life. നിങ്ങൾ ക്യാൻസറിന്റെ രോഗത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിലും, even if you are a person going through cancer in your life, ഒരുപക്ഷെ കുടുംബ ജീവിതത്തിൽ തകർക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, or if you are facing a problem with your family life, ഒരുപക്ഷെ സാമ്പത്തിക മേഖലയിൽ തകർക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, you might be facing the financial difficulties, ഒരുപക്ഷെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഫെയിലർ എന്ന ലോകമുദ്ര വെക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. you might be a person that the world said that he is a failure or she is a failure. യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ശരീരം റോമർ കാരാഗൃഹത്തിൽ വെച്ച് റോമർ ഒരു മുദ്ര ഇടുകയുണ്ടായത്രേ. Where after the death of Christ Jesus, they took the body to the Roman emperors and they put a stamp on it. എന്നാൽ അതിനെ അതിജീവിച്ച് പുറത്തു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവനെ സഹായിച്ചത്രേ. And Jesus could overcome
that situation as well. Even the Roman emperors were holding on to his body and put a stamp on it, but still he overcome that as well, come out of it without any problem. അതേ ആത്മാവ് നിങ്ങളിൽ ഈ പകൽക്കാലം വസിക്കുന്നുവെങ്കിൽ, And the same resurrection spirit is living inside of you. ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്ന ഒരു പകൽക്കാലം. Oh, God is able to raise you from your നിന്റെ situation. സകല ജീവിതത്തിൽ എവിടെ നിങ്ങൾ ആയിരിക്കുന്നുവോ, നിങ്ങൾ ഈ പകൽക്കാലം തിരുസനെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. Wherever you are right now, let us surrender ourselves and pray to the Lord. ഞാൻ പ്രാർത്ഥിച്ച് പെട്ടെന്ന് നിർത്തുവാൻ പോവുകയാണ്. I'm going to pray and finish this ഈ service. പകൽക്കാലം ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ ദൈവത്തിന്റെ ജീവിതത്തിലും, Those who are listening this word of God, all of your life, അവരുടെ ജീവിതത്തിന്റെ ഏതൊരു മേഖലകളാണോ അവരെ ഉയർത്തില്ല എന്ന് വാദം പ്രതിക്കുന്നത്, if there are any areas of your life is claiming that you're not going to be increased in death, യേശുക്രിസ്തു ഞങ്ങളൊരു കൂട്ടാളിയായതിനാൽ ഈ പകൽക്കാലം യേശുവിനുമായി ഒന്നിച്ച് ഞങ്ങൾ അതിനെ പൊട്ടിക്കുന്നു. but because we are a co-worker and because we are in fellowship with the Christ Jesus, we are breaking all the negatives, all the unnecessary thoughts, unnecessary talks over your life. ദൈവത്താൽ ഞാൻ ജയാളി അത്രേ. Please open your mouth and say that I am a conqueror in Christ. എനിക്ക് ദൈവത്താൽ എനിക്ക് അസാധ്യമായി ഒന്നുമില്ലത്രേ. Now you need to say that there is nothing impossible by my God. ദൈവം യേശുക്രിസ്തു സകലതിനെയും അതിജീവിച്ചതിനാൽ, Because Jesus has overcome everything in this world. യേശു സകലതും നിവൃത്തിയാക്കിയതിനാൽ, Because he has fulfilled and finished everything on the ഇന്ന് cross. യേശുക്രിസ്തുവിലായിരിക്കുന്ന എന്റെ ജീവിതത്തിലും എല്ലാം തീർന്നിരിക്കുന്നു അത്രേ. And I say that in faith that everything has been finished and fulfilled in my life as well. എന്റെ ജീവിതത്തിൽ താഴ്ച പ്രാപിക്കത്തില്ലത്രേ, ഉയർച്ച തന്നെ പ്രാപിക്കുമത്രേ. Please say that I will never be decreased, I will be increased in my life. വീണ്ടും ഞാൻ പറയട്ടെ, വിശ്വാസം വർദ്ധിക്കുക തന്നെ വേണം. Now, yet again, I want to say that we need to increase our faith in Christ. എത്ര കൂടുതൽ തീച്ചൂളയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ, So how much more fire you are going through, അത്രയും അതിന് അനുസരിച്ച് നിങ്ങൾ കൂടുതൽ ശോഭിക്കുവാൻ പോകുന്ന ദിവസം അത്രേ. the same, the more than that, you are going to be flourished, you are going to be shining the more you're going through the fire. കൂടുതൽ ഭാരം ചുമക്കുന്ന ഒരു ദിവസമാണ് എങ്കിൽ, If you are facing one after the other problems in your life, വിശ്വസിക്കുക, നിന്റെ നാവിൻ തുമ്പിൽ വചനം ദൈവം നൽകിയിരിക്കുന്നത്രേ. please believe that God has given you the word in your mouth. മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ശക്തി അതിനുണ്ടത്രേ. And that has got the power to raise the death. ജീവനും മരണവും നിന്റെ നാവിൽ ഇരിക്കുന്നു അത്രേ. And that he has given you authority to talk over the life and the death. ഈ പകൽക്കാലം ആ സാഹചര്യത്തെ നോക്കി കൽപ്പിച്ചാട്ടെ. Can we all look at our situation and circumstances and command And over? overcome on the situation today. Can we overcome those situations? എല്ലാ സാഹചര്യത്തിൽ നിന്നും കുടഞ്ഞ എഴുന്നേറ്റം ഒന്ന് പുറത്തു വന്നാട്ടെ ഈ പകൽക്കാലം. Oh, shall we all come out of all the situations, surroundings? ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനായിട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ അനുവദിക്കുന്നില്ല എങ്കിൽ, You as a human being, you may not be having the mentality to overcome. ഏറ്റവും വലിയ ഒരു സീക്രട്ട് ഞാൻ വീണ്ടും പറയട്ടെ. I just want to give you a secret in spiritual life. ആരാധന ഉയരട്ടെ. Let the praises ആ raise. സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ കൂടുതൽ ആരാധന ജീവിതത്തിൽ ഉയരട്ടെ. When the situations go worse or when the situations go completely against, let the praises നിന്റെ raise in the- ചുറ്റുപാടുമുള്ളവർ അത് ശ്രദ്ധിക്കുവാൻ ഇടവരട്ടെ. Let the people surrounding you to hear that. പൗലോസും ശീലോസും ജയിലറകൾക്കുള്ളിൽ ആരാധിച്ചപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചതുപോലെ, Same way when Paul and Silas was worshipping inside the jail. ഒരുപക്ഷെ ദൈവം ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നത് നിന്റെ വിടുതലിലൂടെ അനേകരുടെ വിടുതലായിരിക്കാം. Or maybe the God is expecting you to be an example for the many people to receive the deliverance in life through your deliverance. അതുകൊണ്ട് ഈ പകൽക്കാലം നിങ്ങളിൽ നിന്ന് ആരാധന പുറത്തു വരട്ടെ. So because of that, therefore the praises and worship come out of your mouth. അനേകർക്ക് അത് ഒരു ഉത്തേജകമായി തീരട്ടെ. Let many people get encouragement through your life. അനേകർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. Let many people receive the blessings through your life. അത് അനേകർക്ക് ഒരു സാക്ഷ്യത്തിനുള്ള ഒരു വകയായി തീരട്ടെ. Let there be many testimonies coming up from your ഒരു കാര്യം ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയാം ഈ പകൽക്കാലം. I want to clarify one more thing. നിന്റെ ജീവിതത്തിന്റെ ഭാരത്തിന്റെ
അവസ്ഥയിൽ ആരാധന ഉയരുന്നുവെങ്കിൽ, if you are ready to praise the God and raise the worship, ജയിലറയെ തുറന്നവൻ ഈ രാത്രിയിൽ നിങ്ങളുടെ ബന്ധനങ്ങളെയും അഴിക്കുക തന്നെ ചെയ്യുമത്രേ. saying one open the door of the prison will open the door of your life. അത് അനേകരുടെ ജീവിതത്തിലെ ചില ബന്ധനങ്ങളും അഴിയുക തന്നെ ചെയ്യുമത്രേ. And many people's life, all those the bondages will be dropped. നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. And we can see one more thing. ആരാധിച്ചത് 2 വ്യക്തി മാത്രമത്രേ. There were only 2 people praised and worshipped. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സകലരും ബന്ധ വിമുക്തരായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. And those who listen or those who heard their worship, they also got deliverance. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ബർമിംഗ്ഹാം പട്ടണത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന പട്ടണം എവിടെയാണ് എങ്കിലും നിങ്ങൾ അവിടെ ആരാധിക്കുകയെങ്കിൽ ആ പട്ടണത്തിന്റെ ബന്ധനം അഴിയുന്ന ദിവസങ്ങൾ അത്ര ഇത് എന്ന്. Wherever you are, whichever city you belong to, while you're worshiping right now, hallelujah, the Spirit of the Lord is talking to you. And when you're worshiping, when you're raising, hallelujah, the worship and praises to the Almighty God, your city will be delivered. Those who are listening your word, and those who are listening your sound, they will be delivered and experiencing, hallelujah, that deliverance in their life. തലമുറ തലമുറയായി അനുഗ്രഹം പ്രാപിക്കുമെന്ന് വചനം പറയുന്നു. And also the generations after generations will be blessed. ആകയാൽ നിങ്ങൾ ഇന്ന് ഈ പട്ടണത്തിൽ ഇരുന്ന് ആരാധിക്കുന്നുവെങ്കിൽ, If you are sitting in this city, വിശ്വസിക്കുക, നിങ്ങളുടെ ബന്ധുമിത്രാതെ നിങ്ങളുമായി കണക്ഷൻ ആയിരിക്കുന്നവർ ലോകത്തിന്റെ ഏത് കോണിലാണോ എങ്കിലും അവരിലും ഒരു വിടുതൽ സംഭവിക്കാൻ തന്നെ ചെയ്യുമത്രേ. those who are connected to you, those who are in relation with you, all your brothers and sisters, all your relatives who are in contact with you, whichever the city they are at the moment, whichever the nation they at the moment, Lord is going to touch them and they are going to have, hallelujah, a complete deliverance in their life because you're worshiping, hallelujah, on behalf of them. You're worshiping the Almighty God. The God is going to send the Spirit over to the people. കാരണം വചനത്തിലെ ബന്ധനം ഇല്ലത്രേ. And the word of God says that there is no bondage in the word of God. വചനം ഇരുന്നാൽ മൂർച്ചയുള്ള ഏതു വാളിനേക്കാളും ശക്തം മൂർച്ചയേറിയതുമത്രേ. At the same time, the word has got the power to go inside of the people like a two-sided sword. അത് അസ്ഥിപഞ്ജരങ്ങൾക്കുള്ളിലേക്ക് തുളച്ചു കയറുന്നതത്രേ. It can go inside or pierce inside of the bones. വിശ്വസിക്കുക, നിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും വിശ്വാസത്തിന്റെ വാക്കും ക്യാൻസർ രോഗത്തെ അസ്ഥിപഞ്ജരങ്ങളിലുള്ള ക്യാൻസറിനെ പോലും എടുത്ത് പുറത്തു കളയുവാൻ ശക്തമേറിയതത്രേ. Believe that the word which is coming out of your mouth, it has got authority and the power to go inside of the bones, and it can heal the cancer, even the cancer, the biggest. അന്ധകാര മേഖലകൾക്കുള്ളിലേക്ക് ഒരു പ്രകാശമായി അത്ര ഈ പകൽക്കാലം നിന്നെ വിളിച്ചിരിക്കുന്നത്. Oh, you've been called to be a light inside of the darkness. ഈ ലോകത്തിൽ ലൈറ്റായി നിങ്ങളെ ഒരു പ്രകാശമായി നിന്നെ ദൈവം തെരഞ്ഞെടുത്തുവെങ്കിൽ, if God has selected you as a light in this world, അതിലൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. very perfect plan and purpose in that. കാരണം ഈ ലോകത്ത് അനേക അന്ധകാര മേഖലകൾ ഉണ്ടെന്ന് അത് കാണിക്കുന്നു. And it's saying that there are so many dark areas in this world. നിന്നെ കൂടാതെ ദൈവത്തിന് ആ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റുവാൻ കഴിയത്തില്ലത്രേ. Without you, God cannot do anything with those dark areas. നിന്നിലൂടെ അനേകർ രക്ഷിക്കപ്പെടുവാനുണ്ടത്രേ. And there are many people waiting to receive the അനേകരുടെ രോഗ സൗഖ്യത്തിനായി നിന്നെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അത്രേ. use you for many people's deliverance from their sickness. വചനത്തിൽ വളരുക എന്നത് ആവശ്യമത്രേ ഇതിൽ. And it is very important for you to grow in the word of God these days. ദൈവരാജ്യത്തിന്റെ മക്കളായി ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണമത്രേ. You need to resurrect your life as children of God in the midst of വീണ്ടും ഞാൻ this world. ഓർമ്മിപ്പിക്കേണ്ട, ദാസത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നൽകിയിരിക്കുന്നത്, പുത്രന്റെ ആത്മാവിനെ അത്രേ. I want to remind you one more time, you're not holding anymore the spirit of slavery. You're holding the spirit of a sonship or a daughtership. ഭയത്തിന്റെ ആത്മാവിൽ നിന്നിൽ സ്ഥാനമില്ലത്രേ. There is no more place for the spirit of fear in it. കാരണം ജയത്തിന്റെ ആത്മാവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവനത്രേ നീ. Oh, you have been called and separated by the spirit of victory. ഞാൻ യേശു ക്രിസ്തുവിൽ, ഞാൻ ദൈവത്താൽ സകലതും
സകലത്തിലും ജയാളി അത്രേ. Oh, I am, hallelujah, I'm victorious in Christ Jesus and I'm able to do everything through Christ. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ലത്രേ. Oh, there is nothing impossible by God. ആ ദൈവത്താൽ ഞാൻ എന്റെ ഭാരങ്ങളെയും വിഷമതകളെയും ഓവർകം ചെയ്യുക തന്നെ ചെയ്യും. I'm sure that I will overcome all my situation, stress and worries and anxieties. ഞാൻ ഇന്ന് ആരാധിക്കുന്നത് മലമുകളിലാണ് എങ്കിലും താഴ്വരയിലാണെങ്കിലും ജയിലറകൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും. I'm sure that wherever I am worshiping you, Lord, even if it is on the top of the mountain or in the down in the valley, and your name will be glorified. നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലം എത്ര കൂരിട്ടാണെങ്കിലും അതിൽ പ്രകാശം പകരുക തന്നെ ചെയ്യും. Oh yes, definitely wherever you are sitting and worshiping, even if it is darkness surrounded you, you will be, hallelujah, shining like a light. ദൈവമക്കളായ നാം ഈ ബർമിംഗ്ഹാം പട്ടണത്തിലായിരിക്കും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ. Those who are in this Birmingham city, I want to tell you something specially. ഇത് ഈ വചനം കേൾക്കുന്നത് വേറൊരു പട്ടണത്തിലാണെങ്കിൽ ആ പട്ടണക്കാരോട് ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. You are sitting in some other city and those the people from that city are ലോകത്തിന്റെ ഏതൊരു കോണിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഞാൻ വ്യക്തമായി പറയട്ടെ. whichever the area or corner of the world you are sitting, I want to tell you. നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത് ആ പട്ടണത്തെ വിടുവെക്കുവാൻ അത്രേ. You have been appointed to stand in that city, to deliver that city. മലമുകളിലെ പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിന്നെ അവിടെ ആക്കിയിരിക്കത്രേ. God has appointed you as a light on the top of the ആ mountain. വിളക്കിനെ കെടുത്തുവാൻ ലോകത്തിന് കഴിയത്തില്ലത്രേ. There is nothing from the world can turn off that light. കാരണം യേശുക്രിസ്തു വീണ്ടെടുക്കപ്പെട്ടവൻ പ്രകാശം തന്നെയത്രേ. Those who are redeemed by the Christ Jesus they are the light of പ്രകാശത്തിനുള്ളിലേക്ക് അന്ധകാരത്തിന് കയറുവാൻ കഴിയത്തില്ലത്രേ. darkness cannot go inside of light. എന്നാൽ അന്ധകാരത്തെ നീക്കി മാറ്റുവാൻ പ്രകാശത്തിന് കഴിയുമത്രേ. Light can remove the darkness. ഈ പകർക്കാലം നീ വിശ്വസിക്കുന്നുവെങ്കിൽ, And if you are ready to believe and if you are believing this, എനിക്ക് യേശുക്രിസ്തുവിൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, you are believing that nothing is impossible by God, നീ ക്രിസ്തുവിൽ പൂർണ്ണ ജയാളിയായ ഒരു വ്യക്തിയത്രേ. you will be a victorious person, a നീ complete victory. സാഹചര്യങ്ങളെ നീ അതിജീവിക്കുക തന്നെ ചെയ്യും. You will overcome the situations definitely. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നൽകിയ അധികാരത്തിന് മേൽ നിന്നുകൊണ്ട് The same authority he had given you to stamp on this head, the snakes and trample the scorpions under your feet. ഈ സകല അന്ധകാര മേഖലകൾക്കും മേൽ നിൽക്കുന്നവർക്ക് കാണുവാൻ കഴിയുമത്രേ. Oh, look, hallelujah. See yourself as standing on top of all this darkness and all the darkness and all the principalities, all the, hallelujah, negatives under your feet. ഈ ദിവസങ്ങളിൽ ആരാധന ജീവിതത്തിൽ ഉയരട്ടെ. Oh, let the praises be happening in your life. അസ്ഥി കൂമ്പാരത്തിന് മധ്യം നിൽക്കുമ്പോഴും ആരാധന ഉയരട്ടെ. When you are standing on the top of the bones, let your praises go up. ഹോസ്പിറ്റൽ വെന്റിലേറ്ററിനുള്ളിലാണെങ്കിലും ആരാധന ഉയരട്ടെ. And even if you are inside the ICU and on the ventilator, സാമ്പത്തിക മേഖലകളിൽ താഴ്ന്നു കിടക്കുകയാണെങ്കിലും ആരാധന ഉയരട്ടെ. your financial situation is really low, but still praise the Lord. നീ ഒരുപക്ഷെ ഏകനായിട്ടായിരിക്കാം ഈ ലോകത്തിൽ നിന്നായിരിക്കുന്നത്. You might be standing alone in this world. ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണ് എങ്കിൽ, If you are ready to worship and give praises to the Almighty God, സ്തുതികൾക്ക് മേൽ വസിക്കുന്നവനായ കർത്താവ് പകൽക്കാലം ഇറങ്ങി വരിക തന്നെ ചെയ്യുമത്രേ. one who reigns on top of the praises, he will be able to come down to അവൻ you. സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകളെ തുറക്കുക തന്നെ He ചെയ്യുമത്രേ. will definitely open the doors and the windows of the heaven and see what you are. സ്ഥലം പോരാതെ വണ്ണം നിന്നെ അനുഗ്രഹിക്കുക തന്നെ He ചെയ്യുമത്രേ. will be able to bless you abundantly more than what you സ്ഥലം can do. പോരാതെ വണ്ണം അവൻ അനുഗ്രഹത്താൽ നിറയ്ക്കുന്ന പകൽക്കാലമായി Send the തീരുക തന്നെ blessings, ചെയ്യും. there won't be enough space with you. ഇത് നിനക്ക് മാത്രമല്ല നിന്റെ ചേർച്ചക്കാർക്കും കൂടി എത്രേ എന്ന് And വചനം it's only പറയുന്നു. for you, it is for all those who are connected to you. നിന്റെ കൂടെ നിൽക്കുന്നവർക്കും അതൊരു അനുഗ്രഹമായി തീരും. Those who are standing along with you, they will receive the blessing. നീ ആയിരിക്കുന്ന പട്ടണത്തിന് അതൊരു അനുഗ്രഹമായി തീരും. The city you belong to, നീ ആയിരിക്കുന്ന രാജ്യത്തിന് അതൊരു അനുഗ്രഹമായി തീരും. your nation will be blessed by your name. നിന്നെ അനുഗ്രഹിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമായി Those തീരും. who are blessing you, they will be blessed. ഈ പകൽക്കാലം ആ കരുത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ. Let us all close our eyes and surrender in the presence of the Lord and pray to പാൽ കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നാട്ടെ. Shall we come out of the stage of drinking the milk? ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽക്കാലം വ്യക്തമായി പറയുന്നു. The Spirit of the Lord is talking to us like this. കഴിഞ്ഞ ദിവസങ്ങളെ പോലെ ആയിരിക്കത്തില്ല ഇനി വരുന്ന ദിവസങ്ങൾ It's എന്ന്. not going to be the same like how it was before. കഴിഞ്ഞ കാലത്തിലും ബെസ്റ്റ് ആയതത്രേ വരുന്ന കാലങ്ങൾ. The season, best times are going to come in your life. ഈ ദിവസങ്ങൾ
പരിശുദ്ധാത്മാവ് ചിലരെ സ്പർശിച്ചുകൊണ്ടിരിക്കുക I'm ചെയ്യുന്നത്. sure that the Spirit of the Lord is touching certain people. പരിശുദ്ധാത്മാവ് സ്പർശിച്ചാൽ അവിടെ രൂപാന്തരം ഉണ്ടാകുക തന്നെ If ചെയ്യുമത്രേ. the Spirit of the Lord touch you, you will see the change is happening in your life. ജീവിതത്തിന്റെ സകല മേഖലകളിൽ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. Oh, He will change every areas of your life. വീണ്ടും പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൽ ജയാളി അത്രേ എന്നാണ്. Please say that again by your mouth, that I am victorious in Christ Jesus. ദൈവത്താൽ എനിക്ക് അസാധ്യമായി ഒന്നുമില്ലത്രേ. There is nothing impossible by God in me. മനുഷ്യരാൽ സകലതും അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം എന്ന് വചനം പറയുന്നു. Nothing is possible by human, but everything is possible by God. God bless you all. God bless you all this day. God bless you all. Amen. God bless you all. Hallelujah. God bless you all. God bless you all. ഹല്ലേലൂയ. Hallelujah. ദിനേഷ് പാസ്റ്റർ പ്രാർത്ഥിക്കാം.